സംസ്ഥാനം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോഴും കെയറെയിലിന്റെ പേരിൽ 2 ലക്ഷം കോടി രൂപ കടമെടുത്ത് ദൂർത്തടിക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കത്തിൽ നിന്ന് കേരളത്തെ സംരക്ഷിച്ചത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളാണെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്. എന്താ സംഭവിക്കുക പറഞ്ഞാൽ ഒരു ഗുണവും ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടുന്ന് അയച്ച പാർലമെന്റ് മെമ്പർ, കഴിഞ്ഞ 5 വർഷക്കാലത്തെ മെമ്പർ എന്ന് പറയുന്ന ഈ MP എന്ത് ചെയ്തു? കഴിഞ്ഞ 5 വർഷക്കാലം വീണ്ടും 5 വർഷക്കാലം ഒരാളെ തെരഞ്ഞെടുപ്പായ സമയത്ത് അത് അയാൾ ഒന്നും ശബ്ദിക്കാതെ ഇരിക്കുന്ന ഒരു MP ആണോ വേണ്ടത്? മറിച്ച് ഈ രാജ്യത്ത് നടക്കുന്ന വലിയ വികസനത്തിന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു MP ആണോ വേണ്ടത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ട് അനിവാര്യമായ മാറ്റമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ അനിവാര്യമായ മാറ്റമാണ് നടക്കാൻ പോകുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രി ആരാകണമെന്ന് കേരളത്തിലെ വോട്ടർമാരോട് ചോദിച്ച സമയത്ത് പറഞ്ഞത് 9% ആളുകൾ പറഞ്ഞത് നരേന്ദ്രമോദി ആവണമെന്നാണ്. 2019 അത് 13% ആളുകൾ പറഞ്ഞു. പക്ഷെ 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ആളുകൾ പറഞ്ഞത് 38% ആളുകൾ ഈ ഫെബ്രുവരി മാസം നടക്കുന്ന അഭിപ്രായ സർവേയിൽ പറഞ്ഞു നരേന്ദ്രമോദി ആവണം എന്നുള്ളത്. NDA സ്ഥാനാർത്ഥി AM അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം 2ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സ്വീകരണ യോഗം മധുരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 400 സീറ്റിൽ കൂടുതൽ നേടി തുടർച്ചയായി 3ാം തവണ അധികാരത്തിലെത്താനാണ് BJP ശ്രമിക്കുന്നത്. അതേസമയം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം പാർലമെന്റിൽ പ്രതിപക്ഷ സ്ഥാനമെങ്കിലും നേടാനുള്ള തത്രപ്പാടിലാണെന്നും അദ്ദേഹം കളിയാക്കി. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ അധ്യക്ഷത വഹിച്ചു. NDA സ്ഥാനാർത്ഥി ML അശ്വിനി, NDA കാസർഗോഡ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ M നാരായണ ഭട്ട്, BJP കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് പ്രമീള മച്ചൽ, BJDS കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഗണേഷ് പാറക്കട്ട, കാമരാജ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജി, രാമകൃഷ്ണൻ വാഴുന്നോറടി, ഗോപാലകൃഷ്ണൻ, ಯೋಗೀಶ್ MR, ರವೀಂದ್ರ ಗೆಟ್ಟಿ തുടങ്ങിയവരും സംസാരിച്ചു. ಖಂಡಿತವಾಗ್ಲೂ ಬೇಕು. ಅದಕ್ಕೋಸ್ಕರ ಈ ಸರಿ ನಮ್ಮ ಮುಂದೆ ಇರುವಂತಹ ಒಂದು ಒಳ್ಳೆಯ ಒಂದು ತೀರ್ಮಾನವನ್ನು ನೀವು ತೆಗೆದುಕೊಂಡು ಕಾಸರಗೋಡಿನ NDA ಅಭ್ಯರ್ಥಿಯಾಗಿರುವಂತಹ ಅಶ್ವಿನಿ ML ಅಂದರೆ ತಾವರೆ ಚಿಹ್ನೆಗೆ ಓಟು ಕೊಟ್ಟು ಒಂದು ದೊಡ್ಡ ಬಹುಮತದಿಂದ ಗೆಲ್ಲಿಸಿಕೊಡ್ಬೇಕು ಅಂತ ಹೇಳಿ ನಾನು ನಿಮ್ಮಲ್ಲಿ ಕಳಕಳಿಯಿಂದ ವಿನಂತಿಸಿಕೊಳ್ಳುತ್ತೇನೆ. ಹಲವಾರು ಯೋಜನೆಗಳನ್ನು ಜಾರಿ ತರಲಿಕ್ಕಿದೆ. ಮೋದಿಜಿ ಅವರ ಗ್ಯಾರಂಟಿ ಎಂಡೆ ಅವರ ಪಾಡು ಅಂತ ಹೇಳುವಂತ ಹ್ಯಾಶ್ಟ್ಯಾಗ್ ಮೂಲಕ ಪ್ರತಿಯೊಂದು ಕೆಲಸವನ್ನು ನಿಷ್ಠೆಯಿಂದ ಮಾಡಿ ಕಾಸರಗೋಡನ್ನು ಒಂದು 5 ವರ್ಷ ನನ್ನ ಕೈಯಲ್ಲಿ ಕೊಟ್ರೆ ಆ ಕಾಸರಗೋಡಿನ ಮುಖಛಾಯವನ್ನು ಬದಲಿಸಿ ತೋರಿಸ್ತೇನೆ ಅಂತ ಹೇಳ್ತಾ ನಾನು ಸಮಗ್ರ ನ್ಯೂಸ್ ಕಣ್ಣೂರ್.